പൊതുവെ സർക്കാർ ജോലി നേടിയെടുക്കാൻ വലിയ ചുറുചുറുക്കോടെയാണ് ഉദ്യോഗാർത്ഥികൾ എത്തുന്നത്. ജോലി കിട്ടിയാൽ പിന്നെ ഭാവി ഭദ്രം. ഇതിൽ മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിമാരെക്കാളും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും PSC അംഗത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിത്തിരി അതിശയോക്തിയോടെ കാണേണ്ടി വരും. ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനുമാണ് PSC അംഗത്വത്തെ ആകർഷകമാക്കുന്നത്. ഒരു PSC അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം 70,290 രൂപയാണ്. കേന്ദ്ര നിരക്കിൽ 223% DAയും ലഭിക്കും. HRA 10,000 രൂപയും അനുവദിക്കും. മൊത്തത്തിൽ അംഗത്തിന് ആകെ കിട്ടുന്ന ശമ്പളം 2,42,036 രൂപയാണ്. ഇതാണ് ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. സ്വന്തം വാഹനത്തിലുള്ള യാത്രകൾക്ക് കിലോമീറ്റർ 15 രൂപ നിരക്കിൽ ബാറ്റയുണ്ട്. സ്വന്തം വാഹനമില്ലെങ്കിൽ വാങ്ങാൻ പലിശരഹിത വായ്പയും ലഭിക്കും. ആവശ്യമെങ്കിൽ വാഹനം ഓടിക്കാൻ ഡ്രൈവറെ നിയമിക്കാം. ശമ്പളം സർക്കാർ നൽകും. അംഗത്തിന്റെയും പങ്കാളിയുടെയും ചികിത്സാ ചെലവും സർക്കാരിന്റെ ബാധ്യതയാണ്. ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,450 രൂപയും അതിന്റെ 223% DAയുമാണ്. വീട് ആവശ്യമെങ്കിൽ HRA ലഭിക്കും. യാത്രകൾക്ക് വാഹനവും ഡ്രൈവറും അനുവദിക്കും. ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. 6 വർഷമാണ് PSC അംഗത്വം അനുവദിക്കുന്നത്, അല്ലെങ്കിൽ പരമാവധി 62 വയസ്സ് വരെ. മുൻപ് അംഗമായിരുന്നാലും ചെയർമാൻ പദവിയിൽ വീണ്ടും 6 വർഷം വരെ അംഗത്വം തുടരാം. PSCയിൽ എത്ര കാലം അംഗത്വം വഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ. PSC അംഗത്വം 2 തരത്തിലുണ്ട്. ചെയർമാൻ ഒഴികെയുള്ള 20 അംഗങ്ങളിൽ 10 പേർ പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുള്ളവരാകണം. സർവീസ് മേഖലയിലുള്ളവർക്ക് സർവീസ് കാലവും പെൻഷൻ കണക്കാക്കാൻ പരിഗണിക്കും. 6 വർഷം അംഗത്വം ലഭിച്ചവർക്ക് ശരാശരി 1.25 ലക്ഷം രൂപ പെൻഷൻ ലഭിക്കും. ആജീവനാന്ത ആരോഗ്യ പരിരക്ഷയും. ഇങ്ങനെ ലോട്ടറി അടിച്ചതുപോലെ സൗഭാഗ്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ആർക്കാണ് വിട്ടുകൊടുക്കാൻ തോന്നുക, അല്ലേ? എന്നാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സാമൂഹ്യ ദുർവ്യായമായ PSC അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഉന്നത ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ 3 പേരുടെ സ്ഥാനത്ത് ഇപ്പോൾ 21 പേരാണുള്ളത്. മുന്നണി സംവിധാനത്തിൽ ചെറിയ ഘടകകക്ഷികൾക്കും അംഗത്വം വീതം വെക്കേണ്ടി വന്നതുകൊണ്ടാണ് അംഗസംഖ്യ പലപ്പോഴായി കൂട്ടേണ്ടി വന്നത്. മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിയേക്കാളും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉള്ളതുകൊണ്ടാണ് PSC അംഗത്വം ഒരു കച്ചവട ചരക്കായി മാറിയത്. ലക്ഷങ്ങൾ കൊടുത്ത് അംഗത്വം നേടുന്നവർ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ ഈടാക്കിയാണ് കൊള്ളലാഭം നേടുന്നത്. എഴുത്തു പരീക്ഷകളും വാചക പരീക്ഷകളും കഴിഞ്ഞ അർഹത നേടുന്നവരുടെ റാങ്ക് ലിസ്റ്റുകൾ പോലും റദ്ദാക്കുന്ന PSCയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.